ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജാഗ്രത ടോക്സിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെഷൻസ് റിസർവേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാളിതുവരെ സംവരണം ലഭിക്കാത്ത സുറിയാനി ക്രിസ്ത്യാനികൾ, നായർ, ബ്രാഹ്മണ തുടങ്ങിയ വിഭാഗങ്ങളിലെ ആളുകൾക്കായി 10% സംവരണം സർക്കാർ ജോലികളിലും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലെ അഡ്മിഷനുകൾക്കും ഏർപ്പെടുത്തിക്കൊണ്ട് 2019 കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2020 കേരളത്തിലും EWS നടപ്പിലാക്കി. ഇതിൽ കേന്ദ്ര EWSുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ EWS ലഭ്യമാകുന്നതിന് നമുക്ക് 4 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത്, കുടുംബാംഗങ്ങളുടെ ആകെ വരുമാനം, സാധാരണയായിട്ട് അപേക്ഷിക്കുന്ന വ്യക്തി, അപ്പൻ, അമ്മ, ഇവരുടെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ വരെ ആയിരിക്കണം. രണ്ടാമത്തെ മാനദണ്ഡം, കുടുംബത്തിൻ്റെ ആകെ ഭൂസ്വത്ത് 5 ഏക്കർ സ്ഥലം വരെ ആയിരിക്കണം. മൂന്നാമതായിട്ട്, കുടുംബത്തിന് 1000 സ്ക്വയർ ഫീറ്റ് വരെ മാത്രമേ വീട് പാടുള്ളൂ. നാലാമത്തെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, പഞ്ചായത്തുകളിൽ വീടിരിക്കുന്ന സ്ഥലം അഥവാ ഹൗസ് പ്ലോട്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്ലോട്ട് 4.13 സെൻറ്റ് വരെയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 2.1 സെൻറ്റ് വരെയും ആകുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ ഈ നാലാമത്തെ മാനദണ്ഡം അത് കേന്ദ്ര സർക്കാർ വടക്കേന്ത്യയിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വടക്കേന്ത്യയിലെ വീടുകളെല്ലാം ഒരുമിച്ചും കൃഷിഭൂമി വേറൊരിടത്തുമായിട്ടാണ് സാധാരണഗതിയിൽ. എന്നാൽ കേരളത്തിലെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും വീടും കൃഷിഭൂമിയും ഒരുമിച്ച് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഈ നാലാമത്തെ മാനദണ്ഡം വളരെ അപ്രായോഗികമായിട്ട് മാറി. കാരണം കേരളത്തിലെ പല റവന്യൂ ഉദ്യോഗസ്ഥരും ഇതൊരു അവസരമായിട്ട് എടുക്കുകയും EWS സർട്ടിഫിക്കറ്റ് നമ്മുടെ ആളുകൾക്ക് നിഷേധിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അവർ മുഴുവൻ കൃഷിഭൂമിയെയും കരഭൂമിയായിട്ടുള്ള അല്ലെങ്കിൽ പുരയിടമായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള കൃഷിഭൂമിയെ മുഴുവൻ അവർ ഈ ഹൗസ് പ്ലോട്ടിൻ്റെ കൂട്ടത്തിൽ പെടുത്തുകയും അങ്ങനെ 4 സെൻറ്റിൽ കൂടുതൽ സ്ഥലമുള്ള ഒരു വ്യക്തിക്ക് പോലും കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇതിനെതിരെ നമ്മൾ നിരവധി പരാതികൾ കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചു. സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കാർപ്പ് അഥവാ കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ധാരാളം പരാതികൾ കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചു. അതുപോലെ തന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട കോട്ടയം MP ശ്രീ തോമസ് ചാഴികാടൻ ഈ വിഷയം പാർലമെൻറ്റിൽ പലതവണ ഉന്നയിക്കുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഇതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം പരാതികൾ വന്നിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2022 സെപ്റ്റംബർ 19 കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ EWSുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം ചോദ്യങ്ങൾക്ക് സംശയ നിവാരണവും കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണവുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ 9ാമത്തെ ചോദ്യമായിട്ട് നമ്മുടെ ഈ ഒരു പ്രശ്നം ഉയർത്തിയിരുന്നു ആണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. അതായത് കൃഷിഭൂമിയെയും ഹൗസ് പ്ലോട്ടും ഒരുമിച്ച്, വീടും വസ്തുവും ഒരുമിച്ചുള്ളവർക്ക് എങ്ങനെ വേർതിരിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വീടിൻ്റെ ബിൽറ്റപ്പ് ഏരിയയും, അതായത് വീട് നിർമ്മിക്കപ്പെട്ടിരുന്ന സ്ഥലവും അതുപോലെ തന്നെ അതിൻ്റെ കവേർഡ് ഏരിയയും കണക്കാക്കിയിട്ട് അത് അത്രയും സ്ഥലം മാത്രം ഹൗസ് പ്ലോട്ടായിട്ട് കണക്കാക്കിയാൽ മതി. അത് 4 സെൻറ്റിൽ താഴെ നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് EWS സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ട്. ബാക്കി സ്ഥലത്തെ കൃഷിഭൂമിയായിട്ട് കണക്കാക്കണം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകി. ഇത് നൽകുക മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളെയും ചീഫ് സെക്രട്ടറിമാരോട് ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞിട്ടും കേരള സർക്കാർ ഈ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. ഉദ്യോഗസ്ഥർ ഇത് നടപ്പിലാക്കാനായിട്ട് തയ്യാറായില്ല. വീണ്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും കാർപ്പും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ ധാരാളമായിട്ട് സംസ്ഥാന സർക്കാരിന്, മുഖ്യമന്ത്രിക്ക്, മുന്നോക്ക കമ്മീഷന് ഒക്കെ ധാരാളം പരാതികളൊക്കെ നൽകി. എന്നാലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ, അദ്ദേഹം സ്കോളർഷിപ്പുകളുടെ വിതരണത്തിലെ 80-20 അനുപാതത്തിനെതിരെ കേസ് നടത്തി വിഖ്യാതമായ കോടതി വിധി സമ്പാദിച്ച വ്യക്തിയാണ്, ക്രൈസ്തവർക്ക് അനുകൂലമായിട്ട്.
അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ നിയമ നടപടികൾക്ക് മുതിരുകയും ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 1.5 വർഷത്തിൽ നീണ്ടു നിൽക്കുന്ന നടപടികൾക്ക് ശേഷം, നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നവംബർ 27-ന് വ്യക്തമായ ഒരു ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കി. കേന്ദ്ര മാനദണ്ഡം സംസ്ഥാനത്തിൽ നടപ്പിലാക്കണം എന്ന് തന്നെയാണ്. അതായത് വീടിൻ്റെ ഹൗസ് പ്ലോട്ട് കണക്കാക്കേണ്ടത് വീടിൻ്റെ സെറ്റ് ബാക്ക് ഏരിയയും ബിൽറ്റപ്പ് ഏരിയയും കവേഡ് ഏരിയയും കണക്കാക്കി അതുമാത്രം പഞ്ചായത്ത് നിയമപ്രകാരം അനുസരിച്ചുള്ള ഈ ഏരിയ മാത്രം കണക്കാക്കി അതിനെ ഹൗസ് പ്ലോട്ടായിട്ട് കണക്കാക്കിയാൽ മതിയാകും എന്നാണ് സർക്കാർ പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി റൂളും പഞ്ചായത്ത് റൂളുമായിരിക്കും ഇതിൽ ആപ്ലിക്കബിളായിട്ടുള്ളത്. ഇതനുസരിച്ച് ഉദാഹരണം പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വരെ വീടിൻ്റെ വിസ്തീർണമുള്ള ഒരു വ്യക്തിക്കാണ് EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ഇപ്രകാരം കൃത്യം 1000 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കവേഡ് ഏരിയ ഒന്നും ഇല്ലെങ്കിൽ ബാക്കി അതിൻ്റെ സെറ്റ് ബാക്ക് ഏരിയ എന്ന് പറയുന്നത് വീടിൻ്റെ മുൻവശത്തെ 3 മീറ്ററും പുറകുവശത്തെ 1.5 മീറ്ററും ഇരുവശങ്ങളിലും 1 മീറ്ററും വെച്ചുള്ള സ്ഥലമാണ് പഞ്ചായത്ത് നിയമപ്രകാരം കണക്കാക്കേണ്ടത്. ഇപ്രകാരം കൃത്യം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ ഏരിയയോടെ കണക്കാക്കിയാൽ അത് 4.05 സെൻറ്റ് സ്ഥലമാണ് പരമാവധി വരിക. യഥാർത്ഥത്തിൽ EWS 4.13 സെൻറ്റ് സ്ഥലം വരെയുള്ള ഹൗസ് പ്ലോട്ടുള്ളവർക്ക് ലഭ്യമാണ്. അതുകൊണ്ട് മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ധാരാളം ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ EWS ലഭ്യമാകുവാനായിട്ടുള്ള വലിയൊരു അവസരം ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. ഈ അവസരം വളരെയധികം നമ്മൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് നമ്മൾ കണക്കാക്കരുത്. ഇതിന് വളരെ അനന്തമായ സാധ്യതകളാണുള്ളത്. കേന്ദ്ര സർക്കാരിലെ ഒരു വർഷം ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസികളിലാണ് സാധാരണയായി നിയമനങ്ങൾ നടക്കുന്നത്. ഈ EWS സർട്ടിഫിക്കറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അതിൻ്റെ 10%, അതായത് 10,000-ഓളം വേക്കൻസികളിലേക്ക് ഒരു വർഷം സാധ്യതകളുണ്ട്. കേരളത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിദ്യാഭ്യാസത്തിലെ ഉയർന്ന നിലവാരം നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ഏത് പാവപ്പെട്ട കുട്ടിയാണെങ്കിലും വടക്കേന്ത്യയിൽ സമാനമായ സാഹചര്യത്തിലുള്ള കുട്ടികളെക്കാൾ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ അവരുമായിട്ട് ഉള്ള പരീക്ഷകളിൽ കോമ്പറ്റീഷനിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്വാഭാവികമായിട്ട് മുന്നിൽ വരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ചാൻസുകളാണ് ഇതിലുള്ളത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ EWS സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സിവിൽ സർവീസ് IAS പോലെയുള്ള എക്സാമുകളെ SSCയുടെ UPSCയുടെ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെ, ബാങ്കുകളുടെ എക്സാമായ IBPS തുടങ്ങിയ നിരവധി പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ പ്രവേശനം ലഭിക്കുമ്പോൾ 10% സംവരണം ഈ EWSകാർക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ EWSകാർക്ക് ലഭിക്കും. ഇപ്പോഴേ ധാരാളം വേക്കൻസികൾ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്ന് നികത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം കോവിഡ് കാലത്ത് 1-2 വർഷങ്ങളിൽ നിയമനങ്ങളൊക്കെ നടക്കാതിരുന്നു. അതിനുശേഷവും പല ബുദ്ധിമുട്ടുകൾ കാരണം നിയമനങ്ങളൊക്കെ നടക്കാതിരുന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ അന്നത്തെ മുതലുള്ള നിയമനങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സാധാരണയായി ഒരു വർഷം 1 ലക്ഷം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വേക്കൻസികളെക്കാൾ ഒത്തിരിയേറെ ഉപരിയായിട്ടുള്ള വേക്കൻസികൾ ഇപ്പോൾ വിജ്ഞാപനങ്ങൾ കേന്ദ്ര സർക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൃത്യസമയത്ത് തന്നെ നമുക്ക് ഇപ്രകാരം ഒരു പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു ഇളവ് ലഭിച്ചത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഇന്ന് ഈ സർക്കാർ ജോലികളിൽ മാത്രമല്ല, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. IIT, IIM പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ JNU ഒക്കെ പോലെയുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ, ധാരാളം കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ, എല്ലാ വിഷയങ്ങളിലും ധാരാളം കേന്ദ്ര സ്ഥാപനങ്ങൾ ഉണ്ട്. ഇവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് വളരെയധികം വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റാണ്. മറ്റ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയോ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകളേക്കാൾ വളരെയധികം വാല്യൂ ഉള്ളതും ഉയർന്ന സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ
പോസ്റ്റിംഗ് ലഭിക്കാവുന്നതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളിലുള്ള അഡ്മിഷനുകൾക്ക് ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഈ പുതിയ ഇളവ് പ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്ന വഴിയായിട്ട് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ മറ്റ് യോഗ്യതാ പരീക്ഷകൾ UGCയുടെ നെറ്റ്, നീറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്ക് മാർക്കിളവ് ഈ കേന്ദ്ര EWS വഴിയായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒരു വലിയ അവസരമാണ് ഇതുമായിട്ട് തുറന്നു കിട്ടിയിരിക്കുന്നത്. 2019 മുതൽ നിലവിലുണ്ടെങ്കിലും ഈ 4 സെൻറ്റ് എന്നുള്ള ആ ഒരു പ്രശ്നത്തിൽ തട്ടി ഇത് അനേകം പേർക്ക് ലഭിക്കാതെ വരികയും കുട്ടികൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോഴേ ആ 4 സെൻറ്റ് എന്നുള്ള ആ ഒരു പരിധിയും ഇപ്രകാരം ഒഴിവായിരിക്കുന്നതിനാൽ അനേകായിരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. സർക്കാർ നവംബർ 27-ന് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ EWS സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നവരെല്ലാവരും, അതായത് 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ, 5 ഏക്കർ വരെ സ്ഥലം ഉള്ളവർ, 1000 സ്ക്വയർ ഫീറ്റ് വരെ വീട് ഉള്ളവർ, ഇതിൻ്റെ താഴെ ഉള്ള എല്ലാവർക്കും EWS സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബങ്ങളിലെ കുട്ടികളെ അവരുടെ ഉപരിപഠനത്തിനായിട്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടികളെ ഉപരിപഠനത്തിനായിട്ട് വലിയ തുകകളെ മുടക്കുന്നുണ്ട്. അനേക ലക്ഷങ്ങൾ മുടക്കിയാണ് ഉപരിപഠനം നടത്തുന്നത്. എന്നാൽ വളരെ ചുരുങ്ങിയ ചിലവിലെ വളരെ ഉയർന്ന നിലവാരമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാനായിട്ടുള്ള വലിയൊരു അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. വളരെയധികം കുട്ടികൾ വലിയ ഭാരിച്ച തുക വീടൊക്കെ പോലും ഈട് വെച്ച് ലോൺ എടുത്ത് വിദേശങ്ങളിലേക്ക് പോവുകയും ഏജൻസികളുടെ മധുരവാക്കുകളിൽ മയങ്ങി അവരവിടെ ചതികളിൽ പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ധാരാളമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നാട്ടിൽ ഇപ്പോൾ തുറന്നു ലഭിച്ചിരിക്കുന്ന ഈ ഒരു വലിയ സുവർണ അവസരം, ഇതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഇത് മനസ്സിലാക്കണം. ഇതെല്ലാ കുട്ടികളും ഇത് പ്രയോജനപ്പെടുത്തണം. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഒരു കരിയർ ഓറിയൻറ്റേഷൻ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ +2-നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ PSCയുടെയും UPSCയുടെയും SSCയുടെയും ഒക്കെ കോച്ചിങ്ങുകൾ ഇതോടൊപ്പം തന്നെ നടത്തണം. ഇപ്പോൾ ഡിഗ്രി PG ലെവലിൽ പരീക്ഷ ആ സമയമൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ EWS കൂടി ഉണ്ടെങ്കിൽ ഒരു നല്ല ഉയർന്ന ഒരു ജോലി കരസ്ഥമാക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സുവർണ അവസരം മനസ്സിലാക്കാതെ അനേക ഏജൻസികളുടെ മധുരവാക്കുകളിലൊക്കെ മയങ്ങി വിദേശങ്ങളിൽ പോയി ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന ചതികളിലേക്കൊക്കെ പോകാതെ ഈ ഒരു വലിയ സുവർണ അവസരം, ഇന്ത്യ മുഴുവൻ ഇത്രയും വിശാലമായ ഈ രാജ്യത്ത്, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ തുറന്നു കിടക്കുന്ന എല്ലാ സാധനങ്ങളും 10% തുറന്നു കിടക്കുന്ന അവസരം, അത് നമ്മുടെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ ഉയർന്ന നിലവാരമുള്ളതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികളെക്കാൾ മത്സരിക്കുമ്പോൾ ഉയർന്ന മാർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിലൊക്കെ പോസ്റ്റിംഗ് വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സാധ്യത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്തരവ് പുറത്ത് വന്ന് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കിട്ടിയ ഈ ദിവസം തന്നെ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയും ഇത് നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഞാൻ തയ്യാറെടുക്കുകയും ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഒരു സുവർണ അവസരം നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.